മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. തിരുവല്ലയിൽ ക്ഷേത്രോത്സവത്തിനിടെ RSS ഗണഗീതം പാടിയതിനെതിരെ സംഘർഷം. ഗണഗീതം പാടിയപ്പോൾ വിപ്ലവഗാനം പാടണമെന്നാവശ്യപ്പെട്ട് CPM പ്രവർത്തകർ രംഗത്ത് വരികയും സംഘർഷത്തിൽ കലാശിക്കുകയുമാണ് ഉണ്ടായത്. വിശദാംശങ്ങളുമായി D. ബിനോയ് ചേരുന്നു. ബിനോയ്, എപ്പോഴായിരുന്നു സംഭവം? സംഘർഷം എപ്പോഴായിരുന്നു? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശനിയാഴ്ച രാത്രിയാണ് സംഭവം നടക്കുന്നത്. തിരുവല്ല തവനൂർ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തോട് അനുബന്ധിച്ചായിരുന്നു ഗാനമേള നടന്നത്. ഈ ഗാനമേളയ്ക്കിടയിൽ RSSന്റെ ഗണഗീതം പാടി. എന്നാൽ തൊട്ടു പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന CPM പ്രവർത്തകർ വിപ്ലവഗാനം പാടണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വരികയും ഉത്സവ സംഘാടക സമിതി ഇതിനെതിരെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് കർട്ടൻ താഴ്ത്തി. വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോഴേക്കും കർട്ടൻ വലിച്ചീറുകയാണ് ഉണ്ടായത്. സംഭവ സമയത്ത് തിരുവല്ല സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഉണ്ടായിരുന്നുവെങ്കിലും അവർ ഈ സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇടപെട്ടില്ല എന്ന പരാതിയും വ്യാപകമായി ഉയർന്നിട്ടുണ്ട്. അടുത്ത ദിവസം അല്ലെങ്കിൽ ഇന്നലെ അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പങ്കെടുക്കേണ്ട ഒരു ചടങ്ങും നടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാകാം ഇത്തരത്തിൽ CPMന്റെ ഈ പ്രകോപിപ്പിച്ചതെന്നും പറയുന്നുണ്ട്. എന്തായാലും സ്ഥലത്ത് സംഭവത്തെക്കുറിച്ച് പോലീസിന് ഉത്സവ കമ്മിറ്റി പരാതി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഭദ്ര. ശരി ബിനോയ്, തിരുവല്ലയിൽ ക്ഷേത്രോത്സവത്തിനിടെ RSS ഗണഗീതം പാടിയതിനെതിരെയാണ് ഇപ്പോൾ സംഘർഷമുണ്ടായിട്ടുള്ളത്. CPM പ്രവർത്തകർ രംഗത്ത് വരികയും വിപ്ലവഗാനം പാടണമെന്നാവശ്യപ്പെടുകയുമാണ് ഉണ്ടായത്. ഇതാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് D. ബിനോയ്. പാട്ട് അതാണ് പ്രശ്നം. അവന്മാർക്ക് ഇപ്പം ബലിയുടെ പാടിയേ പറ്റത്തുള്ളൂ. അതാണ് പ്രശ്നം. പുള്ളി പഴയ സ്കീമാണ്, സീനാണ്.